ഇപ്പോൾ പുറത്ത് നല്ല മഴയാ. പണ്ട് മഴക്കാലത്ത് വീട്ടിലെ എല്ലാവരും ചേർന്ന് നല്ല പഴുത്ത മാങ്ങാപ്പൂളി മുളകും ഉപ്പും കൂട്ടി കഴിക്കാറുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നി. വേഗം ഈ വീഡിയോ കണ്ടോ. മഴയത്ത് നിങ്ങളും ഇങ്ങനെ കഴിച്ചു നോക്കി അഭിപ്രായം പറയണേ. ഇതിനാവശ്യമായ സാധനങ്ങൾ: മുളക് പൊടി, ഉപ്പ്, മുളക് പൊടിയും ഉപ്പും വേണം. കൂടാതെ പഴുത്ത മാങ്ങ. ഒത്തിരി നന്നായി പഴുത്ത മാങ്ങ ആവരുത്, അത് ടേസ്റ്റ് മാറും. നമുക്ക് ആദ്യം പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളകും ഇട്ട് മിക്സ് ചെയ്യണം. നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. മാങ്ങ കട്ട് ചെയ്യുകയാണ്. മഴയത്ത് ഒത്തിരി മാങ്ങ ഇത്തവണ കിട്ടി. പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ മാങ്ങയെല്ലാം കട്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് നിങ്ങളെ ഓർത്തത്. എന്നാൽ ഇത് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇത് ഉണ്ടാക്കുന്ന സമയം എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്, നിങ്ങളുടെ വായിലും വെള്ളം വരുന്നുണ്ടെന്ന് കരുതുന്നു. ഈ എടുത്ത മാങ്ങ നന്നായി പഴുത്തതാണ്. ഇനി എടുക്കാൻ പോകുന്നത് അത്രയും പഴുത്ത മാങ്ങയല്ല. ഈ ടൈപ്പ് മാങ്ങ, ഇപ്പോൾ അരിഞ്ഞിടുന്ന ഞാൻ ഈ ടൈപ്പ് മാങ്ങ നമുക്ക് മുളകും ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും കായവും ഒക്കെ ഇട്ട് കഴിക്കാവുന്ന ടൈപ്പ് മാങ്ങയാണ്. അത് ചനച്ച മാങ്ങയെന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചനച്ച മാങ്ങയെന്നാണ് പറയുന്നത്. ഈ ചനച്ച മാങ്ങയാണ് ഇതിന് പറ്റിയത്. ഇനി നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ സ്വല്പം ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇതുപോലെ രണ്ട് കൊട്ടിക്കഴിഞ്ഞാൽ അത് എല്ലായിടത്തും പിടിച്ചുകൊള്ളും. ഇനിവ് ഞാൻ മഴ വന്നപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ കിട്ടി. ആ സമയത്ത് ഞാൻ കുറേ മാങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ചാക്കി. അല്ല, എല്ലാവരും വന്നല്ലോ. വർഷിണി ഉണ്ടല്ലോ, സംഗീത ഉണ്ടല്ലോ. എന്നാൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വർഷിണി, നീ വന്നേ. ഈ മാങ്ങയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. എങ്ങനെയുണ്ടെന്ന് പറയണേ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഓക്കെ. താങ്ക് യു വർഷിണി.